നമസ്കാരം. PVN എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രവീൺ മാത്യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മൂവി അനാലിസിസ് ആണ്. അതായത് 2025 ഇറങ്ങിയ മലയാള സിനിമയുടെ അനാലിസിസ് ആണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആഹ്, 2025 ഏകദേശം 165 മുതൽ ഏതാണ്ട് 200 വരെ 200-ൽ താഴെ സിനിമകളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ചെയ്യാൻ പോകുന്നു. ഇനി ഡിസംബർ മാസം കൂടിയുണ്ട്. അത് ദിലീപിന്റെ ബാ ഭ ഭ എന്ന സിനിമ ഉണ്ട്. അത് കൂടി എന്തായാലും 200 താഴെ സിനിമകളാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ സിനിമകൾ ഏറെക്കുറെ എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 20% സിനിമകൾ വിജയിക്കുകയും അതുപോലെ ബ്രേക്ക് ഈവൻ ആവുകയും ചെയ്തൊരു വർഷമാണ് 2025 എന്ന് വേണമെങ്കിൽ പറയാം. മലയാള സിനിമയ്ക്ക് നല്ലൊരു കാലമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ സിനിമയ്ക്ക് മൊത്തത്തിൽ തന്നെ നല്ല കാലമാണ്. എങ്കിലും മലയാള സിനിമയ്ക്ക് നല്ല കാലമാണെന്ന് പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റായ സിനിമ ലോക ചാപ്റ്റർ 1 എന്ന സിനിമയാണ്. അതായത് നീലി. നല്ല സിനിമയാണ്. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും ഏതാണ്ട് 300 കോടി രൂപ കളക്ഷൻ എത്തുകയും ചെയ്തെന്ന് പറയപ്പെടുന്നു. പക്ഷേ എങ്കിൽ പോലും എല്ലാ സിനിമകളുടെ ഒരു 20% സിനിമകൾ വിജയിച്ച വർഷമാണ്. ബാക്കി 80% സിനിമകൾ പൊളിഞ്ഞു പോയി. അത് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. 165 സിനിമയിൽ ഇറങ്ങിയതിൽ ഏകദേശം ബ്രേക്ക് ഈവൻ ആയ സിനിമകളാണ് 20% ഉള്ളത്. നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആഹ് ബസൂക്ക ഏറെക്കുറെ ബ്രേക്ക് ഈവൻ ആയ പടമാണ്. തുടരും, സുമതി വളവ് ബ്രേക്ക് ഈവൻ ആയ പടമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഡേവിഡ്, ദാവീദ് എന്ന് പറഞ്ഞ പടം, ഒരു ജാതി ജാതകം, ഔസേപ്പിന്റെ ഒസിയത്ത്, അങ്ങനെയൊക്കെയുള്ള സിനിമകളെല്ലാം പിന്നെ തന്മൂർത്തി സംവിധാനം ചെയ്ത തുടരും, സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം, ഇതെല്ലാം സൂപ്പർ ഹിറ്റായ സിനിമകളാണ്. ഇങ്ങനെ നല്ല ഒരു പറ്റം സൂപ്പർ ഹിറ്റ് സിനിമകളും ഒരു പറ്റം അല്ലാത്ത സിനിമകളും ഉണ്ടായ ഒരു വർഷമാണ് 2025. 2025 പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കൂട്ടം പുതിയ ഡയറക്ടേഴ്സ് വന്ന് അവരുടെ നില ഭദ്രമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വർഷവും ഒന്നും രണ്ടും ഡയറക്ടേഴ്സ് വരാറുണ്ടെങ്കിൽ പോലും 2025 ഒരു കൂട്ടം നല്ല ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെ ഡയറക്ടേഴ്സ് ആണെന്ന് നമുക്ക് നോക്കാം. തരുൺ മൂർത്തി, അഖിൽ അനിൽകുമാർ, ഗോവിന്ദ് വിഷ്ണു, വിനീത് ശ്രീനിവാസൻ, ജീത്തു ജോസഫ്, ജോ ജോർജ്, പിന്നെ തോമസ് കെ സെബാസ്റ്റ്യൻ, ഡൊമിനിക് അരുൺ, ശശി കബീർ, ശ്രീജിത്ത് ബാബു, ജിത്തു അഷറഫ്, രാജ് ബാബു, വിനയ് ഗോവിന്ദ് തുടങ്ങിയൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. സിനിമയാണ്. പക്ഷെ എനിക്കിഷ്ടം അതുപോലെ ഖാലിദ് റഹ്മാൻ, ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ പടം നല്ലൊരു പടമാണ്. അത് ചെയ്ത സിനിമ, അത് അദ്ദേഹം ചെയ്ത സിനിമയാണ്. അദ്ദേഹം പിന്നെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലൊക്കെ അറസ്റ്റിലാവുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ സിനിമ നല്ല സിനിമയാണ്. അത് നല്ല വിജയമായ ഒരു സിനിമയാണ്. കണ്ടിരിക്കാൻ നല്ല രസമുള്ള സിനിമയാണ്. അങ്ങനെ ഒത്തിരി സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ പണ്ടുണ്ടായിരുന്ന പല സിനിമ ആളുകളും സംവിധാന രംഗത്ത് നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അതായത് റോഷൻ ആൻഡ്രൂസ്, പിന്നെ നമ്മുടെ ഡിജോ ജോസ് ആന്റണി, ഹൈബ്രിഡ് ഹൈബ്രിഡ് കഞ്ചാവിനെ കുറിച്ച് പറഞ്ഞു, ഹൈബ്രിഡ് ഷൈൻ തുടങ്ങിയ ആൾക്കാരെല്ലാം ഇതിൽ നിന്ന് മാറിപ്പോയി. ഈ സിനിമ അത് അവർ ചെയ്തിട്ടില്ല 2025. അവർക്ക് സിനിമയുടെ പ്രിപ്പറേഷനിലായിരിക്കും. പക്ഷെ അങ്ങനെ ഒരുപാട് ആളുകൾ 2025 സിനിമ ചെയ്തിട്ടില്ല. പുതിയ ആൾക്കാർ ചെയ്ത സിനിമകൾ വിജയിച്ചു. പക്ഷെ പഴയ ആളുകളിൽ ഏറ്റവും കൂടുതൽ സത്യനന്ദിക്കാട് തന്നെയാണെന്ന് വേണ്ടി പറയാം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹൃദയപൂർവ്വം വൻ വിജയമാണ്. 100 കോടി കളക്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ചെയ്ത സിനിമകൾ അല്ലാതെ ജോഷി അങ്ങനെയുള്ളവരാരും ചെയ്തിട്ടില്ല. ജോഷി, പിന്നെ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ, പിന്നെ അയാൾക്കൊക്കെ പ്രായമായി. പിന്നെ ചെയ്ത് സിബി മലയിൽ, ഇവരൊന്നും സിനിമ ചെയ്തിട്ടില്ല. ഒരുപാട് പുതിയ സംവിധായകരെ സിനിമ ചെയ്തിട്ടുണ്ട്. ഈ പുതിയ മേഖലയിൽ ഏറ്റവും സംവിധായകർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സിനിമ ഇന്ന് തീർക്കണമെങ്കിൽ ഏകദേശം 90 ദിവസത്തിന് മുകളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ സിനിമ ഓടുന്ന 1.5 ദിവസം, 15 മണിക്കൂറൊക്കെയാണ് ഓടുന്നത്. പണ്ടൊക്കെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ 15 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുകയും 150 ദിവസം 200 ദിവസം ഓടിക്കൊണ്ടിരുന്നതാണ്. ഇന്ന് പക്ഷെ 15 നേരെ തിരിച്ചാ. ഇന്ന് 150 ദിവസം ഷൂട്ട് ചെയ്യുന്നു, മൊത്തം 15 മണിക്കൂർ സിനിമ ഓടുന്നു. 4 ഷോ കഴിയുമ്പോഴത്തേക്ക് സിനിമ വാഷ് ഔട്ടായി പോവുകയാണ് പല സിനിമകളും. പക്ഷെ ഇതിന്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ കാലാവധി ഭയങ്കര നീണ്ടു പോകേണ്ട. പണ്ടത്തെ കാലത്തെ പോലെ ഇന്നിപ്പോൾ ടെക്നോളജികൾ ഒരുപാട് കൂടി. ഇന്ന് മെമ്മറി കാർഡിലൊക്കെയാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം അവർക്ക് എത്ര വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, മാച്ച് കളയാം. പണ്ടത്തെ പോലെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷെ എങ്കിൽ പോലും സിനിമയുടെ ഷൂട്ടിംഗ് ദൈർഘ്യം വളരെ കൂടുകയാണ്. അതുകൊണ്ട് പ്രൊഡ്യൂസർമാർക്ക് പലർക്കും ഭയങ്കരമായ ഭീമമായ തുക നഷ്ടം വരുന്നു. അവർക്ക് അതിനനുസരിച്ച് പൈസ കിട്ടുന്നില്ല. വിജയിക്കുന്ന സിനിമകൾ കിട്ടും, കാരണം വേൾഡ് വൈഡ് റിലീസാണ്, അതുകൊണ്ട് കിട്ടും. അല്ലാത്ത സിനിമകൾക്കൊന്നും കിട്ടില്ല. ഒരു മൗത്ത് പബ്ലിസിറ്റിയോടെ ഒരു സിനിമ കാണാൻ ആളുകൾക്ക് പറ്റുന്നില്ല. കാരണം 15 ദിവസം മാക്സിമം ആണ് ഒരു സിനിമ തിയേറ്ററിൽ നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ OTT വരും.
അല്ലാതെ തിയേറ്ററിൽ പോയി കാണുന്നതിന് വേണ്ടി ഒരു അവസരം കിട്ടില്ല. മനുഷ്യന്റെ തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ചെല്ലുമ്പോഴത്തേക്ക് ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോയിട്ടുണ്ടാവും. പണ്ടെന്ന് പറഞ്ഞാൽ എ ക്ലാസ് തിയേറ്ററിൽ സിനിമ കളിച്ചു. അത് കഴിഞ്ഞ് ബി ക്ലാസ്സിൽ വന്നു. പിന്നെ സി ക്ലാസ് തിയേറ്റർ ഉണ്ട്. അത് കഴിഞ്ഞൊക്കെയാണ് പിന്നെ കണ്ട ഉത്സവത്തിനും സ്കൂളുകളിലൊക്കെ സിനിമ ഷോ വരുന്നു. അങ്ങനെ ആളുകൾ ആ സിനിമകളെല്ലാം കാണുന്നു. അത് മനുഷ്യന്റെ മനസ്സിൽ ഇന്നും ഓർത്തിരിക്കുന്നു. പക്ഷെ ഇന്നത്തെ സിനിമകൾ അങ്ങനെയല്ല. കാണുന്നു, ആൾക്കാർ മറന്നു പോകുന്നു. എല്ലാ സിനിമകളുടെ പേര് പോലും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഇന്നത്തെ സിനിമകൾ. അതുപോലെ പാട്ടും സിനിമയൊക്കെ ഈ വർഷം ഒരു സിനിമയിൽ പോലും നല്ല പാട്ട് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ആമോദം കൊള്ളാവുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ വേടന്റെ പാട്ടാണ്. അതുകൊണ്ടാണ് വേടന് ഇത്തവണ സംസ്ഥാന അവാർഡ് കിട്ടിയത്. അത്ര മലയാള സിനിമ സംഗീത മേഖല അത് കുതിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാൽ തിയേറ്ററിൽ സൗണ്ട് ടെക്നോളജിയും കാര്യങ്ങളെല്ലാം ഭയങ്കര പക്കയായിട്ടുണ്ട്. ഭയങ്കര 4B അറ്റ്മോ 4K ഡോൾബി അറ്റ്മോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്ന സൗണ്ട് പെർഫെക്ഷന്റെ കാര്യത്തിൽ വളരെ കൂടുതലാണ്. പക്ഷെ നല്ല പാട്ടുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വേദനാജനകമായ കാര്യമാണ് മലയാള സിനിമയിൽ. വേടന്റെ പാട്ടിനാണ് ഇത്തവണ സംസ്ഥാന അവാർഡ് പോലും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വേറെ ഗാനരചയിതാക്കളൊന്നും ഇല്ല. അവർക്ക് നല്ല പാട്ടുകളില്ല എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സിനിമ എന്ന് പറയുന്ന മലയാള സിനിമ ശ്രദ്ധിക്കപ്പെടുന്നതും ഇന്ത്യൻ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നതും നല്ല പാട്ടുകളിൽ കൂടെയാണ്. അതായത് ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് ഒരുപാട് വർഷം നീണ്ടു പോകുന്ന ആ നല്ല പാട്ടുകളിൽ കൂടെയൊക്കെയാണ്. പക്ഷെ അതില്ലാണ്ടായി പോയിരിക്കുന്നു. പിന്നെ സിനിമയുടെ ചിത്രീകരണ ദൈർഘ്യം കൂടുതലുള്ളത് കൊണ്ടാണ് പിന്നെ പ്രൊഡ്യൂസർമാര് ഒരു സംവിധായകൻ വെച്ച് പിന്നെ സിനിമ ചെയ്യാതിരിക്കാനുള്ള കാരണം. ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രമുഖ പ്രൊഡ്യൂസർ പറഞ്ഞു ഡിജോ ജോസ് ആന്റണിയുടെ പടം ഏതാണ്ട് 90 ദിവസം ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിട്ട് 150 ദിവസം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഇത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന പടം. അതുകൊണ്ട് ഭീമമായ നഷ്ടമാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള സിനിമകളൊന്നും ഓടി കളക്ട് ചെയ്ത് കാശ് കിട്ടില്ല. പിന്നെ ഈ OTTയും മറ്റ് ഭാഷകളിലേക്കൊക്കെ റീമേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് കുറെ കിട്ടുന്നത്. മലയാളത്തിൽ നിന്ന് മാത്രം അവർക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. കാരണം തിയേറ്ററിൽ പോയ ആളുകൾ നല്ല പടമാണ് കാണണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അത് തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി പോകും. അടുത്ത സിനിമ വന്നിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സിനിമകൾ ഒരുപാട് ശോഭനമായ ഭാവിയുണ്ട്. കാരണം ഇപ്പോൾ ഒരു ശരിക്കും ജനറേഷൻ ചേഞ്ചിന്റെ കാലമാണ്. പുതിയ പുതിയ ഡയറക്ടേഴ്സ് വരുന്നു. അവരുടെ ഐഡിയകളൊക്കെ നല്ലതാണ്. തലവര എന്ന് പറഞ്ഞ പടമൊക്കെ നല്ല പടമാണ്. അത് അധികം ഓടിയില്ലെങ്കിൽ പോലും ഭാവിയിലേക്ക് നല്ലൊരു പടമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ അർജുൻ അശോകൻ നല്ലൊരു സൂപ്പർ സ്റ്റാർ വല്ലതും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു എന്നും ഓർത്തു വെക്കാൻ പറ്റുന്ന റോളാണ്. നമുക്കാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അത്രയ്ക്ക് വലിയ വിജയമൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. അത്രയ്ക്ക് അങ്ങനെ ഭയങ്കര ഇപ്പോഴത്തെ അവസ്ഥയെ കാണുമ്പോൾ അത്ര വലിയ രസമൊന്നും തോന്നുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഭാവിയിൽ ആ സിനിമ നല്ല സിനിമയായി മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ ആലപ്പുഴ ജിങ്കാന നല്ലൊരു പടമാണ്. ഇനി അതിലഭിനയിച്ച ആ പയ്യൻ, അവൻ്റെ പേര് പുള്ളി, അവൻ പ്രമലുവിലൊക്കെ അഭിനയിച്ച അവൻ സൂപ്പർ സ്റ്റാറായി മാറണം. അവൻ്റെ എടുത്ത് പറയത്തക്ക നല്ലൊരു വേഷമാണ് ആലപ്പുഴ ജിങ്കാനയിലുള്ളത്. അപ്പോൾ അങ്ങനെ സിനിമകൾ ഇനിയും വിജയിക്കട്ടെ, നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അതുപോലെ സംവിധായകർ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് സിനിമ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്ത് ആളുകളിലേക്ക് ശ്രമിക്കുക. ഈ ഒരുപാട് നാൾ ഇവർ ഈ കഞ്ചാവ് വലിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും കാരണം ഇങ്ങനെ സിനിമകൾ താമസിച്ചു പോകുന്നത്. ആസ് എയർലി ആസ് പോസിബിൾ സിനിമ പൂർത്തീകരിച്ച് മാക്സിമം പോയാൽ ഒരു മാസം കൊണ്ട് ഒരു സിനിമ ചിത്രീകരണം പൂർത്തിയാക്കുക, 45 ദിവസത്തിനുള്ളിൽ സിനിമ ഇറക്കുക, എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം കഴിഞ്ഞ്. ഇത് സിനിമയുടെ ഡിസ്കഷൻ തന്നെ ഏതാണ്ട് 3 മാസം പോകുന്ന അവരുടെ ആ സിനിമ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഷൂട്ടിങ് കാര്യങ്ങളിലേക്കെല്ലാം കിടക്കുന്നത്. ഒരു 15 ദിവസം ഡിസ്കസ് ചെയ്യുക, ഒരു 30 ദിവസം ഷൂട്ട് ചെയ്യുക, 40 ദിവസം അടുത്ത 15 ദിവസം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കോട് കൂടി സിനിമ ഇറക്കി കഴിഞ്ഞാൽ ഈ വരുന്ന അടുത്തത് ഈ OTT യുഗത്തിൽ മലയാള സിനിമ ലാഭത്തിൽ തന്നെ മുമ്പോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.